താഴ്വരയിലെ വിനോദസഞ്ചാര സീസണിന്റെ ഏറ്റവും ഉയർന്ന സമയമാണ് തീവ്രവാദികൾ തെരഞ്ഞെടുത്തതെന്ന് ഉദ്യോഗസ്ഥരും വിദഗ്ധരും ഈ ആക്രമണത്തെ സൂചിപ്പിക്കുന്നു. വസന്തകാലം കാണാൻ ആയിരക്കണക്കിന് സന്ദർശകരെ പുൽമേടുകളും മുഗളുദ്യാനങ്ങളും ആകർഷിക്കുന്ന സമയമാണിത്. എല്ലാ വിനോദസഞ്ചാരികളുടെയും യാത്രാ പരിപാടിയിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥലമായ ദക്ഷിണ കശ്മീരിലെ പഹൽഗാമിൽ തന്നെ ഇത് സംഭവിച്ചത് രാജ്യത്തെ ഒട്ടാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. നിരവധി കാരണങ്ങളാൽ പഹൽഗാം പ്രദേശം പ്രധാനപ്പെട്ടതാണ്. പ്രതിവർഷം ലക്ഷക്കണക്കിന് തീർത്ഥാടകരെ ആകർഷിക്കുന്ന അമർനാഥ് ഗുഹയിലേക്കുള്ള 2 വഴികളിലൊന്നാണിത്. കൂടാതെ പ്രശസ്തമായ ട്രക്കിംഗ് പാതയായ ബൈസരൻ പൈൻവനവും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഭീകരാക്രമണങ്ങളുടെ നീണ്ട നിഴലിൽ നിന്നും പതുക്കെ ഉയർന്നു വന്ന ഈ മേഖലയ്ക്ക് ഈ ആക്രമണം കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും വിദഗ്ധർ പറയുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സമാധാനപരമായ സാഹചര്യം കാരണം ഈ മേഖല വളർച്ചയുടെ പാതയിലായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന താഴ്വരയിലുടനീളം ഈ അലയൊലികൾ ഇനി അനുഭവപ്പെട്ടേക്കാം. ജമ്മു കശ്മീർ ഒരു വിനോദസഞ്ചാര സൗഹൃദ കേന്ദ്രമായി പ്രോത്സാഹിപ്പിക്കുന്നതിൽ കേന്ദ്രം മുൻകൈയെടുത്തിട്ടുണ്ട്. 2023 മെയ് മാസത്തിൽ ശ്രീനഗർ 3ാമത് G20 ടൂറിസം വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗിന് ആതിഥേയത്വം വഹിച്ചു. 1ലധികം തലങ്ങളുള്ള സുരക്ഷാ സജ്ജീകരണത്തിലായിരുന്നു പരിപാടികളെങ്കിലും കുറഞ്ഞത് 60 വിദേശ പ്രതിനിധികളെങ്കിലും ഇതിൽ പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കശ്മീരിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു പുതിയ നയം തന്നെ കേന്ദ്രം അവതരിപ്പിക്കുകയും ചെയ്തു. കൂടാതെ ജമ്മു കശ്മീരിലെ സിനിമകളുടെ ചിത്രീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു സിനിമാ നയം വികസിപ്പിച്ചെടുക്കുകയും ചെയ്തിരുന്നു. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.